ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ടിൻ്റെ പേര് മൗണ്ടൻ ക്ലബ്ബ് എന്നാണ്. അവിടെ നല്ലൊരു ആംബിയൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ളൊരു റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് പേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ചൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലിലും, എന്നാൽ പിന്നെ നമ്മൾ റിസോർട്ടിലാണ്, സ്വിമ്മിംഗ് പൂളും അങ്ങനെ എല്ലാതും കൂടെ നല്ല സൺസെറ്റും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന, ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതേ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, നമ്മൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ റൂം വരുന്നത്. നമ്മൾ 6 പേരും ഒരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ 2 റൂമും ഒരു ഹാളാണ്, എക്സ്ട്രാ 2 ബെഡ് അവർ അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വാ, നമുക്കിതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. നമുക്കൊരു വീട് പോലെ തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ 2 ബെഡ് പറഞ്ഞതുകൊണ്ടാണ് അവരിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സോഫ, ടീപ്പോയി, TV അങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ്ട്രാ 2 ബെഡ് ഇട്ട കാരണം അവിടെ അങ്ങനെയായി. ഇനി നമുക്ക് മുകളിലത്തെ റൂമൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ 2 റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. ആ റൂമിലത്തെ ബാൽക്കണി നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഓപ്പൺ ബാൽക്കണി പോലെയാണ്.
പുറത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പരന്ന് കിടക്കുന്ന റിസോർട്ടാണ്. ഇതാണ് മേലത്തെ ബാൽക്കണിയിലെ പുറത്തുനിന്നുള്ള വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഇതേ സൈഡിൽ ഒരു അങ്കിള് ചായ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായയും പഴംപൊരിയും നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റും. അത് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് തണുത്ത് വിറച്ച് ഫ്രഷായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ക്യാമ്പ് ഫയർ ഉണ്ട്, 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതാ ക്യാമ്പ് ഫയറിലേക്ക് പോയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം ആ ചൂടത്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമാവും. അപ്പോൾ ഡിന്നർ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങോട്ട് വന്നത് ഒരു ഓഫ് സീസണിലായിരുന്നു. അപ്പോൾ നമ്മൾക്കിതിന് വന്നത് 16,000 ആയിരുന്നു. 16 സീസണിൽ ചിലപ്പോൾ ഇതിന് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ട് ബുഫേയിലൊന്ന് നോക്കി നോക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.